ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മധുത്ത് റെഡിയാക്കാനായി ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. 3 വലിയ സവാള തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 2 മാഗി ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്തിപ്പം പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇനി ഞാൻ 3 വലിയ തക്കാളിയാണ് എന്നിട്ട് ഇത് അരച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്നിത് അടച്ച് വെക്കുക. എന്നിട്ടൊരു കുറുകി വരുന്നത് വരെ വെക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അറബിക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് 1 കോഴിയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഫുള്ളും ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചെടുത്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു വലിയ ക്യാപ്സിക്കാണ് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വെന്ത് വന്നാൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ ചിക്കന് ഇട്ടപ്പോൾ തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ ഇത് വെന്തിട്ട് നന്നായി ഉടഞ്ഞു പോകും. അധികം വേവണ്ട. ഒരു 2 ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ്, അരി വേവേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ. കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക.
എന്നിട്ട് ഈ അരി ഒന്ന് വെള്ളവും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. തിളച്ച് വന്നാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, കിടിലൻ ടേസ്റ്റുമാണ്. ഇതൊരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയാണ്. ഉടഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എൻ്റെ മധുകൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ ഇതാ സെർവിങ് പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പിയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.